ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീനും അനാമികയും വേണുവും അവിടെ നിന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അഭിമാനത്തിൻ്റെയും അന്തസ്സിൻ്റെയും കാര്യം അനാമിക നിന്നങ്ങ് പറഞ്ഞു. നിനക്കതൊക്കെ ഉണ്ടോ എന്ന് നവീൻ അന്നേരം ചോദിക്കുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വേണു, അനന്തപുരിക്കാരെ പോലെ വലിയ ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ, അതുകൊണ്ട് എന്നെ കുറച്ച് നാണം കെട്ടാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഇയാൾ പറയുക. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴി ഞങ്ങൾ മൂർത്തിയെയും കുടുംബത്തെയും നാറ്റിച്ചതെന്നൊക്കെ പറയുമ്പം എന്നിട്ട് എന്തായി, അവസാനം നാറിയതേ മോളും അച്ഛനും അല്ലേ എന്ന് നവീൻ ചോദിച്ചു. രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക. അതൊക്കെ പോട്ടെ, ഈ അവന്തികയായിട്ടുള്ള കല്യാണത്തിന് അനി സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെയാണ് ഈ ആലോചന നടത്തിയിരിക്കുന്നതെന്നും അതുകൊണ്ട് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല എന്നും അനി പറയുവാണ്. അല്ല, ആ നന്ദുവാണ് അവൻ്റെ അസ്ഥി പിടിച്ചിരിക്കുന്നതേ. അപ്പോൾ അനിക്ക് മാത്രമല്ല അവൾക്കും അനിയെ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പം പറഞ്ഞ് അവളെ മോശക്കാരിയാക്കണ്ട കേട്ടോ, അവൾക്ക് അനിയുമായിട്ട് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് നവീൻ പറഞ്ഞു. അല്ലാതെ ഒന്നും ഇല്ലയെന്നും പറഞ്ഞു. അവളുടെ പിന്നാലെ ഏത് നേരവും നടക്കുന്നത് അനിയാണെന്ന കാര്യം പറയുമ്പം കേട്ടോ എന്നും പറഞ്ഞ് നിൽക്കുവാണ് അനാമിക. അപ്പോൾ അത് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് അവന്തികയായിട്ടുള്ള അവൻ്റെ കല്യാണം നടന്നു പോകണമെങ്കിൽ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് എന്ന് നവീൻ പറയുന്നു. എന്തായാലും അടുത്ത കോടതിയിൽ വരുമ്പോൾ വ്യക്തമായിട്ടൊരു ധാരണയിലെത്താൻ നോക്കാൻ നവീൻ പറഞ്ഞു. പിന്നെ അധികകാലം ഈ കേസ് നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു. ഇത്രയും പറഞ്ഞ് നവീൻ അവിടെ നിന്നങ്ങ് പോവുകയും ചെയ്തു. നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ മോളെ, ഇപ്പോഴാ നന്ദു ഇവൻ്റെ അസ്ഥി പിടിച്ചിരിക്കുകയാണെന്ന കാര്യം പറയുക വേണു. അതുകൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞിട്ടും വിശ്വസിക്കാത്തതെന്ന് അനാമിക. പ്രേമത്തിനെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, പ്രേമിക്കുന്ന സമയത്ത് പെണ്ണിനേക്കാളും ആണുങ്ങൾ മണ്ടന്മാരാണെന്നേ, പറയുന്നതൊന്നും വിശ്വസിക്കത്തില്ല. അവൻ സ്നേഹിക്കുന്ന പെണ്ണാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പതിവ്രതയെന്ന് അവൻ പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ എന്നാ ചെയ്യാനാ, എന്ത് പുല്ലെങ്കിലും ആവട്ടെ, നമുക്ക് കിട്ടാനുള്ളത് കിട്ടണം, അത്രേ ഉള്ളൂ. മോളിങ് വാ എന്നും പറഞ്ഞ് അച്ഛനും മോളും കൂടെ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാട്ടോ. അപ്പം മുത്തശ്ശിയോട് പറയണേ, ഞാൻ എലിസബത്തിനെ വിളിച്ചായിരുന്നു, ചില ആയുർവേദ മരുന്നുകളൊക്കെ മോൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് മുത്തശ്ശൻ പറയാം. വലിയൊരു കോമ്പറ്റീഷന് മോൾ അതുപോലെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പം ഈ സമയത്ത് അതൊന്നും പാടില്ലാത്തതല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പരാജയപ്പെട്ടാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, മോള് ഹാർഡ് വർക്ക് ചെയ്യരുതെന്ന് എൻ്റെ അഭിപ്രായം എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അനി അങ്ങോട്ടേക്ക് കയറി വരുന്നു. അപ്പോൾ അനിയെ കണ്ടു കഴിഞ്ഞപ്പം നീ എത്തിയോ, കയറി വാ എന്നും പറഞ്ഞ് മുത്തശ്ശൻ അനിയെ വിളിക്കുവാണ്. ആ സമയത്ത് അനിയുടെ മുഖത്ത് ഭയങ്കര സങ്കടം കേട്ടോ. മുത്തശ്ശ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പം പറഞ്ഞോളാം പറഞ്ഞു മുത്തശ്ശൻ. മുത്തശ്ശിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം. അപ്പം അത് പിന്നെ വലിയൊരു കോമ്പറ്റീഷനാണ് നടക്കുന്നത്, ആ സമയത്ത് നയന കളക്ഷൻസ് ആണ് നമ്മളെ രക്ഷപ്പെടുത്തേണ്ടത് എന്ന് അനി പറയുവാണേ. അവിടെ എന്നെക്കാളും മുന്നേ നിൽക്കേണ്ടത് ആദർശേട്ടനാണെന്നുള്ള കാര്യം അനി പറയുന്നു. അപ്പോൾ ആദർശേട്ടനെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ ഞാനെന്ന് അനി ചോദിക്കുമ്പം എൻ്റെ സമ്മതത്തോടെ കൊണ്ടുപോകണ്ടെന്ന് മുത്തശ്ശൻ. എനിക്ക് ആകെ ധർമ്മസങ്കടം. ചിരിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശിയുടെ മുഖം അങ്ങ് വാടി. നയനെ തന്നെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല എന്ന് പറയുമ്പം മുത്തശ്ശി ഒന്ന് ചിരിച്ചു. അത് കേട്ടിട്ട് മുത്തശ്ശിക്ക് പോലും ചിരി വരികയാണെന്ന് അനി അന്നേരം പറയുവാണ്. അല്ല, എങ്ങനെ ചിരിക്കാതിരിക്കും എൻ്റെ മുത്തശ്ശ? പിന്നെ നയനയെടുത്തിയ എല്ലാ ഡിസൈനും തയ്യാറാക്കിയത്, എന്നിട്ട് ആ ആളെപ്പോലും കൊണ്ടുപോകണ്ടെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. അവളെ കൊണ്ട് ഇതെല്ലാം തയ്യാറാക്കിക്കാൻ ഞാൻ പറഞ്ഞോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം എൻ്റെ മുത്തശ്ശ, നയനയെടുത്ത് സഹകരിച്ചില്ലായിരുന്നെങ്കിലേ നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു എന്ന് അനി മുത്തശ്ശനോടൊപ്പം പറയുക. അതിന് മോളയിട്ട് കഷ്ടപ്പെടുത്തുകയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല, മറ്റാരേക്കാളും ഏട്ടത്തിക്ക് വാശിയ ഈ കോമ്പറ്റീഷൻ നമ്മുടേതാക്കി എടുക്കണം എന്ന്. അങ്ങനെ വരുമ്പോൾ എല്ലാത്തിനും പ്രോത്സാഹനം നൽകുന്ന ആദർശേട്ടനും കൂടെ വേണ്ടേ എന്ന് അനി ചോദിച്ചു. അപ്പോൾ മുത്തശ്ശൻ ഇന്നും വേണ്ടാതിരിക്കുന്നു. അതിനടുത്ത് ഓരോന്നും ഡിസൈൻ ചെയ്തിട്ട് ഏട്ടനെയാണ് ആദ്യം കാണിക്കുന്നത്, ഏട്ടനാണ് അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ അനി പറയുവാണ്. മുത്തശ്ശൻ അറിയാമല്ലോ, ഏട്ടന് വരയ്ക്കാനൊന്നും അറിയില്ല, പക്ഷെ ഡിസൈൻ കണ്ടാൽ കൃത്യമായിട്ട് അത് വർക്കൗട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് പറയും. നിന്നെ ഞാനൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് നീ ചെയ്യണം. ഇനിയിപ്പം നയനെ കൂടി കൂട്ടിയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അതങ്ങനെ ആയിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാൻ ആൾ വേണം എന്ന് വെച്ച് ആദർശിന് അതിനൊപ്പം ചേർക്കണ്ട, അതിന് എനിക്ക് തീരെ താല്പര്യമില്ല എന്നും മുത്തശ്ശൻ പറയുക. ഈയിടെയായിട്ട് മുത്തശ്ശന് വാശിലേശം കൂടുതലാണ് കേട്ടോ എന്ന് അനി പറഞ്ഞപ്പം, എടോ വയസ്സ് 10-75 ആയില്ലേ, കൊച്ചു കുട്ടികളുടെ മനസ്സല്ലേടാ, വാശിയൊക്കെ കൂടും എന്ന് പറഞ്ഞപ്പോൾ പക്ഷെ മുത്തശ്ശിക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് അനി പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ മുത്തശ്ശി ഇരുന്ന് ചിരിക്കുകയാണ്. എല്ലാവരും ഒന്നുപോലെ ആകുമെന്ന് നീ കരുതിയോ? ഞാൻ ഇങ്ങനെയാണ്,
ഇങ്ങനെ ആകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ കോമ്പറ്റീഷന് നമ്മൾ വിജയിച്ചാൽ അത് നിൻ്റെ ഭാഗ്യമാണ്, അങ്ങനെയേ ഞാൻ അതിനെ കാണും. അതിനകത്ത് എന്തിനാണ് ആദർശിനെ പങ്കാളിയാക്കുന്നത്? അവൻ വെറും വേസ്റ്റാ എന്നൊക്കെ മുത്തശ്ശനിരുന്ന് പറയാം. അപ്പം അനിയുടെ മുഖം അങ്ങ് വല്ലാണ്ടായി. എന്താടാ നിനക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നോ എന്ന് മുത്തശ്ശൻ അനിയോട് ചോദിച്ചു. എന്നെ തല്ലണമെന്ന് നിനക്ക് തോന്നണുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്നാ നീ പോടാ അവൻ്റെ ഒരു റിക്വസ്റ്റ് എന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ട് അനി അവിടെ നിന്ന് അങ്ങ് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഇരുന്ന് ഭയങ്കര ചിരി. അപ്പോൾ ഒന്ന് പതുക്കെ ചിരിക്കടോ എന്ന് മുത്തശ്ശിയോട് പറയാം. പിന്നെ ഇതൊക്കെ കേട്ടാൽ ചിരി വരാതിരിക്കുമോ? ഇതുപോലൊരു മുത്തശ്ശനെ ലോകത്ത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് നമ്മളെ മുത്തശ്ശി അന്നേരം പറഞ്ഞു. അവന് സംശയം തോന്നാനേ പാടില്ല, അതാ ഇതറിയുമ്പോൾ നയനമോൾക്ക് വലിയ വിഷമമാകും എന്ന് മുത്തശ്ശി പറയാം. എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ റിവൈൻഡ് ചെയ്യുന്ന ഒരു ദിവസം വരില്ലേ വസുന്ധരെ? അത് അടുത്ത് തന്നെ ഉണ്ട് എന്ന് മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറയാം. ഞാൻ നമ്മുടെ കുടുംബജോത്സ്യരോട് വിശദമായിട്ടൊന്ന് സംസാരിച്ചിരുന്നെന്നും ശനിയുടെ ആ ഒരു അപഹാരം ആദർശനെ നന്നായി ശല്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിഷമിക്കണമെന്ന കാര്യം മുത്തശ്ശൻ പറയാം. ആ ഒരു വിഷമം ഇങ്ങനെയൊക്കെ അങ്ങ് തീരട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കും വിഷമിക്കേണ്ടി വരിക എന്നും മുത്തശ്ശൻ പറയണു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന ആദർശിനെ അനിയൊക്കെ കേട്ടോ. അപ്പം മുത്തശ്ശൻ പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അനി വന്ന് ആദർശനോട് പറയാം. ഇപ്പോഴും വാശി ഒട്ടും മാറിയിട്ടില്ല, വല്ലാത്തൊരു ദുർവാശിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എടാ നിൻ്റെ നേതൃത്വത്തിലേ ഈ ജ്വല്ലറി പഴയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ഇന്നലെ നമ്മുടെ ഷെയർ 10% കയറിയത്. അത് തന്നെയല്ലേടാ നമുക്ക് വേണ്ടിയിരുന്നതും. അച്ഛനും ഇളയച്ഛനും ഒക്കെ സന്തോഷത്തിലാണെന്ന കാര്യം ആദർശ് പറഞ്ഞു. എന്നാൽ അവർക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് ഏട്ടൻ തിരിച്ചു വരണമെന്നുള്ളതെന്ന് അനി പറയുമ്പം ഞാൻ തിരികെ വരുന്നോ ഇല്ലയോ എന്നൊന്നും നീ നോക്കണ്ട, നീ നിൻ്റെ കടമകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്ന് പറയുമ്പം അനിയും ആദർശ് നിൽക്കുന്നിടത്തേക്ക് നന്ദുവും നയനയും കൂടി വന്നു. അല്ല നന്ദു ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അനി. ഉള്ളത് കൊണ്ടല്ലേ കണ്ടതെന്ന് ചോദിച്ചു നമ്മുടെ നയന. അപ്പോൾ എനിക്ക് ഒരു സന്തോഷം. അപ്പം നന്ദുവിൻ്റെ നെറ്റിയിൽ ഒരു പാട് അനി കണ്ടു. അയ്യോ നന്ദുവിൻ്റെ നെറ്റിക്ക് എന്ത് പറ്റി എന്ന് അനി ചോദിക്കും കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ അതൊരു ചെറിയ തല്ലുണ്ടായതാണെന്ന് പറഞ്ഞു. അപ്പം അനി നോക്കുക, മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് നന്ദുവിനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. അയ്യോ അപ്പോഴത്തേക്ക് നമ്മുടെ അനി ഇങ്ങനെ ആലോചിക്കും കേട്ടോ. ആ സമയത്ത് നയന ഇവർ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. സംഗതി അന്നേരം തന്നെ അറിഞ്ഞതുകൊണ്ട് പോയി രക്ഷിക്കാൻ പറ്റിയെന്ന് ആദർശ് പറയുക. AN ജ്വല്ലറിയിൽ റെയ്ഡ് നടത്തിയതിൻ്റെ പ്രതികാരം ചെയ്തതായിരിക്കും എന്ന കാര്യം പറഞ്ഞപ്പം അവന്മാർ വലിയ പ്രശ്നക്കാരായിട്ട് മാറുവാണല്ലോ ഏട്ടാ എന്ന് അനി അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇന്നലെ ഇവള് പോലീസ് ക്ലബ്ബിൽ മീറ്റിങ്ങിനാണോ പോയതെന്ന് അമ്മയ്ക്ക് നല്ല ഡൗട്ടുണ്ട് എന്ന് നയനി ഇങ്ങനെ പറയുമ്പം ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ചേച്ചിക്ക് ഇത് എന്തിൻ്റെ കേടാ, ഞാൻ അവിടെ പോയതൊന്ന് പറഞ്ഞില്ലേ എന്ന് നന്ദു അന്നേരം പറഞ്ഞു. അല്ല ഇനി പോലീസ് മീറ്റിംഗ് എന്നും പറഞ്ഞാൽ നിങ്ങൾ തമ്മിലാണോ മീറ്റ് ചെയ്തതെന്ന് ഇവൾക്കൊരു സംശയം, അത്രേ ഉള്ളെന്ന് നമ്മുടെ ആദർശം പറഞ്ഞു. സത്യം പറയാലോ, ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് കാണുന്നത് പോലും ഇവിടെ വരുമ്പോഴാണെന്ന് നമ്മുടെ അനി അന്നേരം പറഞ്ഞു. അതത്രയും വിശ്വസിച്ചില്ല ഇവർ രണ്ടുപേരും. ഇതിനു മുമ്പ് രണ്ടുപേരും തമ്മിൽ അവസാനമായിട്ട് കിടന്നേ ഏട്ടത്തിൻ്റെ 3-ാം മാസ ചടങ്ങിനാണെന്ന് പറയുമ്പം അന്ന് മറ്റു പല കാഴ്ചകളും ഞങ്ങൾ കണ്ടായിരുന്നു എന്ന് നയനെ ആ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അന്നേരം അനി ഇങ്ങനെ ഒന്നും അല്ലാത്തപോലെ നിൽക്കാം. എന്നാൽ പിന്നെ ഞാൻ പോവാട്ടാ, പോവാണ്, ചായ കുടിച്ചിട്ട് പോകാമെന്ന് നയന പറഞ്ഞപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ വയറ് നിറച്ച് തരുന്നുണ്ടല്ലോ അതും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് പോകും. അല്ല അതെ ഞാനേ നന്ദുവിൻ്റെ വീടിനടുത്തോടെ പോകുന്നത്, ഞാൻ വേണമെങ്കിൽ നന്ദുവിനെ വീട്ടിലോട്ട് വിടാമെന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട നീ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ചിരി വരുമോ നന്ദുവിനൊക്കെ. ഇവിടുന്ന് നന്ദുവിനെ ഇവൻ നിനക്കൊപ്പം വിട്ടു എന്ന് അറിഞ്ഞാലേ ഞങ്ങൾ ആ വഴക്ക് മുഴുവൻ ഇവളുടെ അമ്മയുടെ വായിന്ന് കേൾക്കേണ്ടി വരും. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ ഏട്ടാ, ആ സൗഹൃദത്തെ എന്തിനാണ് നിങ്ങളെല്ലാം തെറ്റായ കണ്ണുകൾ കൊണ്ട് കാണുന്നത് എന്ന് അനി അന്നേരം ചോദിച്ചു. പറഞ്ഞ് ഇങ്ങനെ നോക്കുക, സൗഹൃദത്തിനപ്പുറം വളർന്നൊരു ബന്ധമല്ലേ നിങ്ങളുടേത്, അങ്ങനെയുള്ളവർ വീണ്ടും സൗഹൃദം കൂടുന്നതേ അത്ര നല്ലതിന് വേണ്ടിയിട്ടല്ല എന്ന് നയന പറയാം. എപ്പോഴും നന്ദുവും അനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ശരി എന്നാ പോവാണേ എന്നും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങ് പോയി. എനിക്കാണെങ്കിൽ എന്നിട്ട് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ഇങ്ങനൊരു സംഭവം ഞാൻ അറിഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് അവൾ ഫോൺ എടുക്കാതിരുന്നല്ലേ എന്നിങ്ങനെ അനി മനസ്സിൽ ചിന്തിച്ച് അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പം നയന ഇങ്ങനെ നോക്കി, എന്തെങ്കിലും മറന്നായിരുന്നോ എന്ന് നയന ചോദിച്ചപ്പം ഇല്ല ഏട്ടത്തി ഞാൻ പോവാ എന്നും പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖത്തെ പരസ്പരം കാണുമുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ എന്ന് നയന നന്ദുവിനോട് പറയാം.
അത് സത്യമായ കാര്യം കേട്ടോ നന്ദു. നിങ്ങൾ ഇനി എത്ര പരസ്പരം ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഇവള് പറഞ്ഞതുപോലെ നിങ്ങളുടെ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങളുണ്ടല്ലോ, അതൊന്നും തടഞ്ഞു നിർത്താനേ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് ആദർശ് പറയുന്നു. നാവ് കള്ളം പറഞ്ഞാലും മുഖത്ത് ആ സത്യമേ അത് തെളിയുമെന്ന് പറഞ്ഞു. ചേട്ടനും ചേച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് നന്ദു അന്നേരം ചോദിച്ചു. വെറുതെ ഓരോന്ന് ഊഹിച്ചെടുത്തങ്ങ് പറയുക, ഇങ്ങനെ പറഞ്ഞാ ഓരോരുത്തർ അടുക്കുന്നത് എന്ന് നന്ദു അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. അതും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആദർശം നയനയും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അബിയും ഡേവിഡും എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുവാണ് ഭയങ്കര സന്തോഷത്തോടെ. അതായത് നാഗേന്ദ്രൻ ഡിസൈൻസൊക്കെ കൊണ്ടൊന്ന് കാണിച്ചേ. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ട് നാഗേന്ദ്രൻ ഇങ്ങനെ സായുജ്യം അടഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇൻ്റർനാഷണൽ ജ്വല്ലറി ഡിസൈൻ ഫെസ്റ്റ് ഈ വർഷം തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നതെന്നും അതിൽ വിന്നറാകുന്നവർക്ക് അതൊരു ലോട്ടറി ആണെന്നും നാഗേന്ദ്രൻ പറഞ്ഞു. അവിടുത്തെ പ്രധാന കോമ്പറ്റീഷൻ നയന കളക്ഷൻസും മാളവിക കളക്ഷൻസും തമ്മിലായിരിക്കുമെന്ന് ഈ നാഗേന്ദ്രൻ ഇവരോട് പറയണം. അയ്യോ, അഭിയാണ് ഭയങ്കര സന്തോഷത്തിലും. ഇതേ ഫ്രാൻസിൽ നിന്ന് വന്ന ചില ഡിസൈൻസാണ്, ഇത് തന്നെ നമ്മൾ മാളവികയെ കൊണ്ട് പടച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്നും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള സ്കെച്ച് അവൾ വരയ്ക്കണമെന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. അതിനൊക്കെ അവൾ മിടിക്കുക എന്ന് അഭി അന്നേരം ചാടിക്കയറി പറഞ്ഞു. ആ മിടുക്ക് ആ ഡീലിൽ പങ്കെടുത്തപ്പോൾ കണ്ടില്ല. അവിടെ നയന കളക്ഷൻസ് ആണ് തിളങ്ങിയത് എന്ന് ഡേവിഡ് പറയുമ്പം എന്ത് വില കൊടുത്തും ഈ കോമ്പറ്റീഷൻ നമുക്ക് ജയിച്ചേ പറ്റുമോനെ എന്ന് നാഗേന്ദ്രൻ. അല്ലെങ്കിൽ തന്നെ നയനെ ആദർശനൊക്കെ തറ പറ്റിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ അച്ഛാ എന്ന് അഭി ചോദിക്കുക. ഇനിയിപ്പോൾ നയന കളക്ഷൻസ് ഇവിടെ വീണ്ടും പേരെടുത്ത് കഴിഞ്ഞാൽ അത് ആദർശം നയനയും വീട്ടിലേക്ക് മടങ്ങി വരാൻ പോലും കാരണമാകുമെന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അഭി. അതിനി എന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അച്ഛാ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്തവണ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് നാഗേന്ദ്രൻ പറയുന്നു. ഇപ്പം എൻ ജ്വല്ലറി മൂർത്തി ജ്വല്ലറി ഏതാണ്ട് സമാസമത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ മാസം നടക്കുന്ന ഈ ഫെസ്റ്റിവലിൽ നമ്മൾ വിന്നറായാൽ അടുത്ത മാസം ഓണം വരും. അപ്പോൾ സ്വർണത്തിന് എത്ര വില കൂടിയാലും മുന്തിയ ജ്വല്ലറിയിൽ തിരക്കുണ്ടാകുമെന്ന കാര്യവും ഇയാൾ പറയാം. കാരണം ചിങ്ങമാസം കല്യാണ മാസമാണ്. അവിടെ നമ്മുടെ എൻ ജ്വല്ലറി 10 മാറ്റ് സ്വർണം പോലെ വെട്ടിത്തിളങ്ങണമെന്നാണ് നാഗേന്ദ്രൻ്റെ ആഗ്രഹം. അഭികാലെടുത്ത് വെച്ചതോടുകൂടി മുടിയാൻ തുടങ്ങിയെന്നുള്ളത് അയാൾ ചിന്തിക്കുന്നുമില്ല. അങ്ങനെ ഡിസൈനൊക്കെ കണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാളവികയെ കാണിക്കുന്നത്. മാളവിക ഓഫീസ് റൂമിലിരുന്ന് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അഭി അങ്ങോട്ടൊക്കെ ഓടി കയറി ചെന്നു, അതുപോലെ ഡേവിഡും കൂടി. അപ്പോൾ ഇവരെ കണ്ടപ്പം എഴുന്നേക്കാൻ നോക്കി മാളവിക. അപ്പോൾ ഇരുന്നോളം പറഞ്ഞു അഭി. കഴിഞ്ഞ തവണത്തെ കാര്യം അറിയാവല്ലോ, മാളവികയുടെ ഡിസൈൻസൊക്കെ വളരെ വിശ്വസിച്ചാണ് ഞങ്ങൾ ആ സ്വിറ്റ്സർലൻഡ് കമ്പനിക്ക് അയച്ചു കൊടുത്തതെന്നുള്ള കാര്യം ഡേവിഡ് പറയുക. എന്നിട്ട് ഡീല് വന്നപ്പോൾ നമ്മുടെ ഡിസൈൻസിനേക്കാളും മുകളിൽ പോയി നയന കളക്ഷൻസ് എന്ന കാര്യം പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോയതെന്നും പറഞ്ഞു. എന്നാൽ ഇത്തവണ അത് പാടില്ല, അപ്പം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് മാളവിക പറയുമ്പം അഭിസാറ് മാളവികയെ വിശ്വസിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഒരു ചാൻസും കൂടി തരുന്നത് എന്ന കാര്യം പറയുക ഡേവിഡ്. അപ്പം ഇങ്ങനെ നോക്കുക എന്ന് വെച്ച് ഇത് പരാജയപ്പെട്ടാൽ മാളവിക ഇവിടുന്ന് പറഞ്ഞു വിടും എന്നർത്ഥമില്ല കേട്ടോ. പിന്നെ എങ്കിലും ഇതുപോലുള്ള കോമ്പറ്റീഷൻ വരുമ്പോൾ മാളവികയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. നമ്മൾ പിന്നിലോട്ട് പോയാലെന്ന് ഇയാൾ പറയുക. നമ്മൾ മറ്റുള്ളവരുടെ സജഷൻസ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് അഭി പറഞ്ഞപ്പം അതിൽ എനിക്ക് വിരോധമൊന്നുമില്ല സാർ, അവസാനം നമുക്ക് നേട്ടം ഉണ്ടാവണം, എനിക്ക് അത്രയേ ഉള്ളൂ മാളവിക അന്നേരം പറയുക. ഇത് കേട്ടപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വന്നു അടുത്ത പ്ലാൻ പൊളിക്കാനായിട്ട്. ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന നമ്മൾ പ്രഗ്നൻ്റാ, അതുപോലും വകവയ്ക്കാതെയാണ് അവർ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് തന്നെയെന്ന് അഭി മാളവികയോട് പറയുന്നു. അവൾ ഞങ്ങളുടെ തറവാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എല്ലാം താറുമാറായതെന്നൊക്കെ അഭി പറയുന്നതെല്ലാം നവ്യയിൽ നിന്ന് ഒളിച്ച് കേൾക്കുക. അതുകൊണ്ട് ഇവിടെ തലയുയർത്തി പിടിച്ച് നിൽക്കേണ്ടത് മാളവിക ആയിരിക്കണമെന്ന് പറഞ്ഞു. അഭി വലിയ സോപ്പിടാൻ വേണ്ടി ഡയലോഗ് അടിച്ചതാണ് മാളവികയുടെ മുന്നിൽ. പക്ഷെ നവ്യ വന്നത് കേൾക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കേട്ടല്ലോ, ഇതെല്ലാം ഞങ്ങളുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണെന്നും പറഞ്ഞ് വലിയ ഇതിൽ ഡേവിഡ് പറയുന്നപ്പോഴത്തേക്ക് പിടിച്ച് കയറി നമ്മുടെ നവ്യ അകത്തേക്ക് വന്നു. മാളവിക അതുകൊണ്ട് മനസ്സിൽ വയ്ക്കണമെന്ന് പറഞ്ഞപ്പം എന്തിനാ സാറേ മാളവിക വെറുതെ പ്രഷർ കൂട്ടുന്നതെന്ന് നവ്യ ചോദിച്ചു. ഇത്തവണ ഒന്നാമത് എത്തുമെന്ന് മാളവിക പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നവ്യ പറഞ്ഞു. അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി മാളവികയ്ക്ക് നന്നായിട്ട് അറിയാം സാർ, അതുകൊണ്ട് സംശയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് അഭി. എന്നാൽ പിന്നെ അഭിസാറ് കാര്യങ്ങളങ്ങ് ഡിസ്കസ് ചെയ്യുക. ശരി എന്നും പറഞ്ഞിട്ട് ഡേവിഡ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഓക്കെ, ഞാൻ സംസാരിച്ചോളാമെന്ന് അഭി. നവ്യേ നീയും ക്യാബിനിൽ ചെന്നിരുന്നോ എന്ന് നവ്യയോട് അഭി പറയുക കേട്ടോ. ശരി എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നവ്യയ്ക്ക് കാര്യം മനസ്സിലായി, ഇവന് മാളവികയെ പറ്റിച്ച് പാലം കിടത്താനുള്ള പരിപാടിയാണെന്ന്.
എന്നിട്ട് മാളവികയുടെ അടുത്തേക്ക് ചെന്ന് അങ്ങ് ചേർന്നൊട്ടി അങ്ങ് നിൽക്കും. അതെ ഇപ്പോഴും അതിൻ്റെ ഡിസൈനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പം ഉണ്ട് സാർ എന്ന് പറഞ്ഞു. എങ്കിൽ എടുക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മാളവിക ഇങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അബി ഇങ്ങനെ ഒരുമാതിരി കുറുക്കൻ്റെ നോട്ടമായിട്ട് മാളവികയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ മാളവികയായിട്ട് അടുത്ത് ഇടപഴകാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക ചേട്ടൻ. അപ്പോൾ അതെ ഈ സാറെന്നുള്ള വിളിയൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മാളവിക എന്ന് ഞാൻ വിളിക്കുന്നുണ്ടെങ്കിലും സ്നേഹത്തോടെ മാളു എന്ന് ഞാൻ വിളിക്കുകയുള്ളൂ കേട്ടോ എന്നൊക്കെ അബി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതാ ഡിസൈൻ എന്ന് പറഞ്ഞ് മാളവിക അത് കാണിച്ചു കൊടുക്കണം. അപ്പോഴത്തേക്ക് മാളവികയുടെ കയ്യിൽ പിടിച്ചു അബി. കലി വന്നിട്ട് പാടില്ല മാളവികയ്ക്ക്, പക്ഷേ മിണ്ടാൻ നിവർത്തിയില്ലല്ലോ, എല്ലാം സഹിച്ചിങ്ങനെ ഇരിക്കുവാണ്. അയ്യോ അബിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട്. അപ്പോൾ ഒന്നും പൂർണ്ണമായിട്ടില്ല എന്ന് മാളവിക പറഞ്ഞു. എന്നാൽ എല്ലാം പൂർത്തീകരിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി, അന്നേരം എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞ് അബി ഇങ്ങനെ അപ്പോൾ ഓക്കെ സാർ എന്ന് നമ്മുടെ മാളവിക പറഞ്ഞു. അബിക്ക് അന്നേരം മാളവികേനെ ഒന്ന് തൊടണം. കൈയൊക്കെ തരിതിരിക്കുക. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ആശാനങ്ങ് പോയി. അവനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മാളവികയ്ക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം നയനയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അപ്പോൾ ഡിസൈൻ കോമ്പറ്റീഷൻ വിജയിക്കാൻ മാളവിക കളക്ഷൻസ് പഠിച്ച പണി 18 നോക്കും, പക്ഷേ എനിക്കറിയാം അവർ ഒന്നാമതെത്തില്ല എന്ന്. കാരണം മാളവിക കളക്ഷൻസിനും നയന കളക്ഷൻസും ഒന്നാണല്ലോ എന്നുള്ള മെസ്സേജ്. ഇത് കേട്ട് നയന അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നയനയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന മെസ്സേജാണല്ലോ അത്. അപ്പോഴത്തേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് ചേട്ടാ ഈ മെസ്സേജ് നോക്കിക്കേ എന്ന് പറഞ്ഞു. അങ്ങനെ ആദർശും അത് വായിച്ചു നോക്കി. നമ്മുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കുന്ന ആരോ ആണല്ലോ ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ അതെ ഇപ്പം മാളവികയ്ക്ക് ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് ഞാനാണെന്ന് ഈ മറിഞ്ഞിരിക്കുന്ന ആൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് നയന പറഞ്ഞു. എന്നാലും അത് ആരായിരിക്കും ആദർശേട്ടാ എന്ന് നയന ഇങ്ങനെ ചോദിക്കുമ്പം അതൊന്നും അറിയില്ല എന്നും അതിൻ്റെ പിന്നാലെ നടക്കാനുള്ള സമയമൊന്നും നമുക്കില്ലല്ലോ എന്നും ആദർശ് പറയുക കേട്ടോ. ഞാൻ ഈ അൺനോൺ നമ്പറിൻ്റെ കാര്യം സേവറിനോട് പറഞ്ഞിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുക, പിന്നെ നമ്മളെന്തിനാ അവരെ തേടി നടക്കുന്നതെന്ന് ആദർശ് ഇങ്ങനെ നയനയോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഫോൺ നയനയുടെ കയ്യിലേക്ക് കൊടുത്തു. അല്ല ഇനിയിപ്പോൾ ഇതൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് ഇതുപോലെ എന്തെങ്കിലും ജ്വല്ലറിക്കാർക്കും ചോർത്തി കൊടുക്കുമായിരിക്കുമോ എന്ന് നയന ചോദിച്ചപ്പം അതിനുള്ള സാധ്യതകളൊന്നുമില്ല. ഓരോ അപകടങ്ങൾ വരുമ്പോഴും നമ്മളെ മുൻകൂട്ടി അറിയിക്കുകയല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്നും ഈ ഡിസൈനിങ് കോമ്പറ്റീഷനിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ ജ്വല്ലറി ഫീൽഡ് പിടിച്ചടക്കുമെന്നും ആദർശ് പറയണം. തറവാട്ടിൽ നിന്ന് നമ്മൾ പടിയിറങ്ങിയത് അനന്തപുരി തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിയും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണെന്നും എന്നാൽ ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് മുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ആദർശ് പറയുന്നു. എന്നിട്ടും മുത്തശ്ശൻ ആദർശേട്ടനെ അംഗീകരിക്കുന്നില്ലല്ലോ. ആദർശേട്ടാ എന്നെ അംഗീകരിക്കൊന്നും വേണ്ട. മുത്തശ്ശനും മുത്തശ്ശൻ്റെ കാരണവന്മാരും പടുത്തുയർത്തിയ നമ്മുടെ ജ്വല്ലറി എന്നും തലയെടുപ്പോടുകൂടി തന്നെ നിൽക്കണം. എനിക്ക് അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിനപ്പുറം എന്തെങ്കിലും നേട്ടം വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു ആദർശം. എന്നാലും ആദർശേട്ടന് ഇത്രത്തോളം വെറുക്കാനൊക്കെ മുത്തശ്ശന് കഴിയുമോ എന്ന് നയന അന്നേരം ചോദിച്ചു. കഴിയുമെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു ആദർശ്. ഒരു കാര്യത്തിൽ എനിക്ക് മുത്തശ്ശനോട് വിയോജിപ്പുണ്ട്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്ന് ആദർശ്. എനിക്ക് കുടുംബമാണോ ബിസിനസ്സാണോ വലുതെന്ന് ചോദിച്ചാൽ രണ്ടും വലുത് തന്നെയാണെന്ന് ആദർശ് പറയുന്നു. എങ്കിലും ഒരുപിടി മുകളിലാണ് എനിക്ക് എൻ്റെ കുടുംബം. അങ്ങനെ തന്നെയായിരുന്നു മുത്തശ്ശനും. പക്ഷേ മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു തകർച്ചയുണ്ടായപ്പോൾ മുത്തശ്ശൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ടായി എന്ന് ആദർശ് നയനയോട് പറയുക. ഞാനൊക്കെ ജനിച്ചതിന് ശേഷം ഇതുപോലൊരു തളർച്ച ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണെന്നും അപ്പോഴാണ് മുത്തശ്ശൻ്റെ മനസ്സ് ശരിക്കും എനിക്ക് മനസ്സിലായതെന്നുള്ള കാര്യവും പറയണേ. എൻ്റെ മുത്തശ്ശന് കുടുംബത്തെക്കാളും വലുതാണ് മൂർത്തീസ് ജ്വല്ലറി എന്ന കാര്യമൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. അതെന്താ നിനക്ക് തോന്നാത്തത്? അല്ലെങ്കിൽ എന്നെ വേണ്ട, നിന്നെങ്കിലും ഒന്ന് വിളിച്ചുകൂടായിരുന്നോ, നിന്നോട് 2 വാക്ക് സംസാരിച്ചു കൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം എനിക്ക് മുത്തശ്ശനോടുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജ്വല്ലറി തറ പറ്റിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ആദർശം അങ്ങ് പോകുമ്പോൾ നമ്മുടെ നയന ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന എല്ലാം ഉള്ളിൽ ഒതുക്കി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.